എല്ലാവർക്കും നമസ്കാരം. ടീച്ചർ ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ NAS+2 ക്ലാസ്സുകളോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി കേരള +2 ക്ലാസ്സുകൾ കൂടി നമ്മുടെ ചാനലിലൂടെ ലഭ്യമാകുന്ന വിവരം നിങ്ങളെ ഞാൻ അറിയിച്ചിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഹിസ്റ്ററി എന്ന സബ്ജക്റ്റിൽ നിന്നും ഫസ്റ്റ് പ്രമേയത്തിലെ രണ്ട് പാർട്ടുകളായിട്ട് 2 ക്ലാസ്സുകൾ ചെയ്തിരുന്നു. ഇത് മൂന്നാമത്തെ പാർട്ട് വീഡിയോയാണ്. അതിനു മുന്നേ ആയിട്ട് എനിക്ക് NAS വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഞാൻ നൽകുമെന്ന് പറഞ്ഞ ക്ലാസ്സുകൾ കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ എനിക്ക് ചെയ്യേണ്ടുന്നത് എന്താണ്, നിങ്ങൾക്ക് പരിചയമുള്ള കേരള +2 പഠിക്കുന്ന കുട്ടികളിലേക്ക് കൂടി, വിദ്യാർത്ഥികളിലേക്ക് കൂടി നമ്മുടെ ചാനലും അതുപോലെ തന്നെ വീഡിയോസും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോസ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യണേ. ഇനി നമ്മൾ കേരള +2 ഫസ്റ്റ് പ്രമേയത്തിൽ നിന്നുള്ള 2 പാർട്ട് വീഡിയോ ആണ് നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞില്ലേ. അതിൽ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കി, ആദിമ മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അത് കണ്ടെത്തുന്നതിനുള്ള ഉറവിടങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ മനസ്സിലാക്കി. പിന്നീട് ഏതൊക്കെ വിഭാഗങ്ങളിൽ നിന്നാണ് ആധുനിക മനുഷ്യൻ, ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യരുടെ ഉത്ഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ 2 ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കി. ഇനി പാർട്ട് 3 വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മൾ മോഡേൺ ഹ്യൂമൻ ബീയിങ്സിൻ്റെ, അതായത് ആധുനിക മനുഷ്യൻ ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് മാത്രമാണ് ഉത്ഭവിച്ചതെന്നും അതല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉത്ഭവിച്ചാണ് മനുഷ്യൻ്റെ ഇന്നത്തെ പുരോഗതിയിലേക്ക് വന്നത് എന്നുള്ള തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പിന്നെന്താണ്, പുരാതന മനുഷ്യൻ്റെ ആഹാര സമ്പാദന രീതി എങ്ങനെയായിരുന്നു, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മളിനി പഠിക്കാൻ പോകുന്നത് മനുഷ്യ പരിണാമത്തിൻ്റെ കഥ, ദ സ്റ്റോറി ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ ആണല്ലേ. അതിൽ ആധുനിക മനുഷ്യർ, അതായത് മോഡേൺ ഹ്യൂമൻ ബീയിങ് എങ്ങനെയാണ് നമ്മുടെ മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ളത് എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ ആധുനിക മനുഷ്യൻ്റെ ആദ്യകാല ഫോസിലുകൾ എവിടെ നിന്നാണ് ലഭിച്ചത് എന്നൊക്കെ ഉള്ളതാണ് ആ ചാർട്ടിൽ കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഹോമോസാപ്പിയൻസിൻ്റെ ചില ആദ്യകാല തെളിവുകൾ നമുക്ക് ലഭിച്ചത് എവിടെ നിന്നാണ്, ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണെന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് മനുഷ്യൻ്റെ ഉത്ഭവത്തെ അല്ലെങ്കിൽ ഈ ഉത്ഭവ കേന്ദ്രത്തെ സംബന്ധിച്ച് പല ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. അതായത് മനുഷ്യൻ ഉത്ഭവിച്ചത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിന്നാണോ, ഏക കേന്ദ്രത്തിൽ നിന്നാണോ, അതോ വിവിധ കേന്ദ്രങ്ങളിലായിട്ടാണോ മനുഷ്യൻ്റെ ഉത്ഭവം, ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അപ്പോൾ ആധുനിക മനുഷ്യൻ്റെ ഉത്ഭവത്തെ സംബന്ധിച്ച പ്രശ്നം ധാരാളം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 2 വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഇതിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഒന്ന്, പ്രാദേശിക തുടർച്ചാ മാതൃക, റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലും. അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതെന്ന് പറയുന്നത് എന്താണ്, അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ ഉത്ഭവം വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ് എന്നതാണ്. ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്ന റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ അല്ലെങ്കിൽ പ്രാദേശിക തുടർച്ചാ മാതൃക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം പകരം വയ്ക്കൽ മാതൃക, റീപ്ലേസ്മെൻറ്റ് മോഡൽ അല്ലെങ്കിൽ ഏകോൽപത്തി മാതൃക എന്നൊക്കെ പറയുന്നത് എന്താണ്, ഉത്ഭവം ഒരു പ്രദേശത്ത്, ഒരേ ഒരു കേന്ദ്രം, അതെവിടെയാണ്, ആഫ്രിക്കയിൽ മാത്രമാണ് എന്നതാണ്. മനസ്സിലായല്ലോ. അപ്പോൾ പ്രാദേശിക തുടർച്ചാ മാതൃക അനുസരിച്ച് പുരാതന ഹോമോസാപ്പിയൻസ് വിവിധ പ്രദേശങ്ങളിൽ ക്രമേണ രൂപം കൊള്ളുകയും അതുപോലെ വ്യത്യസ്ത കാലങ്ങളിൽ ആധുനിക മനുഷ്യരായി മാറുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഈ വ്യത്യസ്തത മുഖേന എന്താണോ ഈ മനുഷ്യൻ്റെ വ്യത്യസ്തത, അതുമൂലമാണ് ആധുനിക മനുഷ്യൻ്റെ ആദ്യത്തെ പ്രത്യക്ഷപ്പെടലിന് ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യാസം ഉണ്ടായത് എന്നൊക്കെയാണ് വാദം. അപ്പോൾ ഓരോ പ്രദേശത്തെയും ഇന്നത്തെ മനുഷ്യരുടെ സവിശേഷതകളിലുള്ള വ്യത്യസ്തതകളാണ് ഇവരിങ്ങനെ വാദിക്കുന്നതിൻ്റെ അടിസ്ഥാനം. അതായത് ഒരിക്കലും മനുഷ്യരെന്തല്ല, ഒരു സ്ഥലത്തല്ല ഉത്ഭവിച്ച, വിവിധ സ്ഥലങ്ങളിലാണ്, അതുകൊണ്ടാണ് മനുഷ്യർ വ്യത്യസ്തരായിരിക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ അഭിപ്രായം. അപ്പോൾ ഈ കാഴ്ചപ്പാടിന് വേണ്ടി വാദിക്കുന്നവരുടെ അഭിപ്രായത്തിൽ ഈ വൈജാത്യങ്ങൾ രൂപപ്പെട്ടത് ഹോമോ സാപ്പിയൻസിന് മുമ്പ് ഈ പ്രദേശങ്ങളിൽ നിലനിന്ന ഹോമോ ഇറക്ട്സും അതുപോലെ ഹോമോ ഹൈഡൽബർജൻസിസും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഇവരിങ്ങനെ വാദിക്കാനുള്ള കാരണം. അപ്പോൾ ഇനി എന്താണ് പകരം വയ്ക്കൽ മാതൃകയും പ്രാദേശിക തുടർച്ചാ മാതൃകയും നമുക്ക് നോക്കാം. ദ റീപ്ലേസ്മെൻറ്റ് ആൻഡ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽസ്. പകരം വയ്ക്കൽ മാതൃക അല്ലേ, അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏകോൽപത്തി മാതൃക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എല്ലായിടത്തും എല്ലാ പഴയ രൂപത്തിലുള്ള മനുഷ്യരെയും പൂർണ്ണമായി മാറ്റി ആധുനിക മനുഷ്യന് പകരം വയ്ക്കപ്പെട്ടു എന്നൊരു കാഴ്ചപ്പാടാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആധുനിക മനുഷ്യൻ്റെ ജനിതകവും അതുപോലെ ശരീരശാസ്ത്രപരവുമായ ഏകാത്മകതയും ഒക്കെ ഈ കാഴ്ചപ്പാടിന് തെളിവും പിന്തുണയും ഒക്കെ നൽകുന്നതാണ്. അതായത് ഈ അഭിപ്രായത്തെ പിന്താങ്ങുന്നവർ,
പിന്താങ്ങുന്നവരുടെ ഈ വാദത്തെ പിന്താങ്ങുന്നവർ പറയുന്നത് ആധുനിക മനുഷ്യർക്കിടയിലുള്ള പരിധിയില്ലാത്ത സാമ്യങ്ങൾ ആഫ്രിക്ക എന്ന ഒരു പ്രദേശത്ത് ജീവിച്ചിരുന്ന ജനതയിൽ നിന്ന് ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ചു എന്നുള്ളതാണ് ഏകോൽപത്തി മാതൃക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആഫ്രിക്ക എന്ന ഒറ്റ പ്രദേശത്ത് ജീവിച്ചിരുന്ന ജനതയിൽ നിന്ന് ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ചു. ആധുനിക മനുഷ്യൻ്റെ ആദ്യകാല ഫോസിലുകളിൽ എത്യോപ്യയിലെ ഒമോയിൽ നിന്നും ലഭിച്ചതും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആധുനിക മനുഷ്യൻ്റെ ആദ്യകാല ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തെ സാധൂകരിക്കുന്നതാണ്. അപ്പോൾ ഈ കാഴ്ചപ്പാടാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. എന്താണ്? ആഫ്രിക്ക എന്ന് പറയുന്ന ഒറ്റ പ്രദേശത്താണ് എന്ത് ചെയ്തത്? മനുഷ്യൻ്റെ ഉത്ഭവം എന്നാണ് ആര് പറയുന്നത്? ഏകോൽപത്തി മാതൃകയിലൂടെ ഉദ്ദേശിക്കുന്നത്. മനുഷ്യർക്കിടയിൽ കാണാൻ കഴിയുന്ന ശാരീരികമായ വ്യത്യാസങ്ങൾ ഇന്ന് അവർ അധിവസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് കുടിയേറിയ ശേഷം അവിടുത്തെ പരിതസ്ഥിതിക്കനുസരിച്ച് അവരിൽ മാറ്റങ്ങൾ ഉണ്ടായതിൻ്റെ ഫലമാണെന്നും പറയുന്നത്. അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടുള്ള മാറ്റങ്ങളാണ് പിന്നീട് സംഭവിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഏകോൽപത്തി മാതൃക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മനുഷ്യൻ്റെ ഉത്ഭവം, അല്ലേ? മനുഷ്യൻ്റെ ഉത്ഭവം ഏതോ ഒരു പ്രദേശത്ത്, അത് ആഫ്രിക്കയാണ്. ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു കേന്ദ്രത്തിലാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. അതേസമയം എന്താണ്? പ്രാദേശിക തുടർച്ചാ മാതൃകയിൽ എന്താണ് പറയുന്നത്? മനുഷ്യൻ്റെ ഉത്ഭവം വിവിധ പ്രദേശങ്ങളിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനി അവരുടെ ഭക്ഷണ സമ്പാദന രീതികൾ, ആദിമ മനുഷ്യൻ്റെ ആഹാരം ശേഖരിക്കൽ, ഏർലി ഹ്യൂമൻസ് വേസ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ്. അപ്പോൾ അസ്ഥികൂട അവശിഷ്ടങ്ങളായ തെളിവുകളെയും അതുപോലെ തന്നെ അവ ഉപയോഗിച്ച് വൻകരകളിലൂടെയുള്ള ജനങ്ങളുടെ യാത്രയുടെ ചരിത്രത്തെയും ഒക്കെ എങ്ങനെ പുനർസൃഷ്ടിക്കാമെന്നാണ് ഇതുവരെ നമ്മൾ എന്ത് ചെയ്തത്? നമ്മുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത്. പക്ഷേ അതുകൂടാതെ തന്നെ അന്നത്തെ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് അവരുടെ ഭക്ഷണം ശേഖരിക്കുന്നത് എങ്ങനെയായിരുന്നു, അവരുടെ വേട്ടയാടൽ, അതുപോലെ മാംസാവശിഷ്ടങ്ങൾ ഭക്ഷിക്കൽ, മത്സ്യബന്ധനം, ഇങ്ങനെ തുടങ്ങിയ വിവിധങ്ങളായ മാർഗങ്ങളെക്കുറിച്ച് നമുക്കിനി അങ്ങോട്ട് പഠിക്കാനായിട്ടുണ്ട്. ഈ മാർഗങ്ങളിലൂടെയൊക്കെ ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്? ആദ്യകാല മനുഷ്യർ ഭക്ഷണം സമ്പാദിച്ചിരുന്നത്. അപ്പോൾ ആദിമ മനുഷ്യർ അവരുടെ ആഹാരം സമ്പാദിച്ചിരുന്ന രീതികൾ ഏതെല്ലാമായിരുന്നു? ഭക്ഷ്യശേഖരണം, വേട്ടയാടൽ, മാംസാവശിഷ്ടങ്ങൾ ഭക്ഷിക്കൽ, അതുപോലെ മത്സ്യബന്ധനം തുടങ്ങിയ മാർഗങ്ങളിലൂടെയായിരുന്നു ഇവരുടെ ഭക്ഷണം സമ്പാദിച്ചിരുന്നത്. ഇവരെന്തൊക്കെയാണ് കഴിച്ചിരുന്നത്? അതായത് ഇവരുടെ സസ്യാഹാരങ്ങൾ എന്ന് പറയുന്നത് വിത്തുകൾ, കുരുക്കൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ഇവയൊക്കെയാണ് ഇവർ ആഹാരങ്ങളായിട്ട് ശേഖരിച്ചിരുന്നത്. ഈ ഭക്ഷ്യശേഖരം നിലനിന്നിരുന്നു എന്നതിന് പ്രത്യക്ഷമായ തെളിവുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും നമുക്ക് സ്ഥാപിച്ചെടുക്കാനും കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ചില ഊഹങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെയാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്. ഇനി ഈ ഫോസിലെല്ലുകൾ ധാരാളമായി ലഭിക്കുമ്പോൾ തന്നെ ഫോസിലായ സസ്യാവശിഷ്ടങ്ങൾ താരതമ്യേന കുറവുമാണ്. അപ്പോൾ സസ്യങ്ങളെ ഭക്ഷിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരേ ഒരു മാർഗം എന്താണ് സസ്യാവശിഷ്ടങ്ങൾക്ക് യാദൃശികമായി തീ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതികളിലൂടെ മാത്രമേ നമുക്ക് അവയെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഇത് എന്തിന് കാരണമായി മാറും? ഈ തീ പിടിക്കുന്നത് കാർബണീകരണത്തിന് കാരണമാവുകയും കത്തിക്കരിഞ്ഞ രൂപത്തിൽ ജൈവവസ്തുക്കളെ ദീർഘകാലം സംരക്ഷിക്കാനും കഴിയുന്നു. പക്ഷേ ഇതുവരെയും പുരാവസ്തു ശാസ്ത്രജ്ഞർ ആദിമകാലത്തെ കാർബണീകരിക്കപ്പെട്ട വിത്തുകൾക്ക് ഒരുപാട് തെളിവൊന്നും കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇനി നെക്സ്റ്റ് എന്താണ് പറയുന്നത്? അടുത്ത കാലത്ത് വേട്ടയാടലിനെ സംബന്ധിച്ച് ചില ചർച്ചകൾ പണ്ഡിതന്മാർ ഉയർത്തുന്നുണ്ട്. അതായത് ആദ്യകാലത്തെ ഹോമിനിഡുകൾ മാംസാവശിഷ്ടങ്ങൾ ഭക്ഷിക്കുകയോ സ്വാഭാവികമായി ചത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും ദുഷ്ടജന്തുക്കളുണ്ടല്ലോ, ഹിംസ്ര ജന്തുക്കളൊക്കെ കൊന്നതോ ആയ മൃഗങ്ങളുടെ ശവത്തിൽ നിന്നും മാംസവും മജ്ജയും ഒക്കെ അന്വേഷിച്ച് കണ്ടെത്തി ഭക്ഷിക്കുകയൊക്കെ ചെയ്തിരിക്കാമെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ വേട്ടയാടലിനെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ആദ്യകാലത്തെ ഈ ഹോമിനിഡുകൾ എന്താണ് ചെയ്തിരുന്നത്? മാംസാവശിഷ്ടങ്ങൾ ഭക്ഷിക്കുകയോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ചത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിംസ്ര ജന്തുക്കളൊക്കെ കൊന്നിട്ടേക്കുന്നതുമായ മൃഗത്തിൻ്റെ ശവം, അതിൽ നിന്ന് മാംസവും മജ്ജയും ഒക്കെ അന്വേഷിച്ച് ഭക്ഷണം കണ്ടെത്തി കഴിച്ചിരുന്നിരിക്കാം എന്നാണ് അഭിപ്രായപ്പെടുന്നത്. പിന്നെ എന്തെല്ലാം കഴിക്കുമായിരുന്നു? എലിയെ പോലെയുള്ള ചെറിയ സസ്തനികൾ, അതുപോലെ പക്ഷികൾ, ഈ പക്ഷികളുടെ മുട്ടകൾ, ഇഴജന്തുക്കൾ, ചിതലിനെ പോലുള്ള ചെറുപ്രാണികൾ, ഇതെല്ലാം ആദ്യകാല ഹോമിനിഡുകൾ ഭക്ഷിച്ചിരുന്നു. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇവരെന്തൊക്കെയാണ് കഴിച്ചിരുന്നത്? സസ്യാഹാരം, വിത്തുകളൊക്കെ കഴിച്ചിരുന്നു. അതുപോലെ തന്നെ എന്താണ്? മൃഗങ്ങളെ ഈ
ചത്തുകിടക്കുന്ന മൃഗങ്ങളോ അതുപോലെ ഹിംസ്ര ജന്തുക്കൾ വേട്ടയാടി ഭക്ഷിച്ചിരുന്ന അങ്ങനെയുള്ള മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ ഭക്ഷിച്ചിരുന്നു. എലിയെപ്പോലെയുള്ള സസ്തനികൾ, പിന്നെന്താണ് പക്ഷികൾ, അവയുടെ മുട്ട, ഇഴജന്തുക്കൾ, പിന്നെ ചിതലിനെ പോലെയുള്ള ചെറിയ ചെറിയ പ്രാണികൾ, ഇതെല്ലാം ഹോമിനിഡുകളെ ഭക്ഷണം ആക്കിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുപോലെ തന്നെ വേട്ടയാടൽ ആരംഭിച്ചത് ഏകദേശം 5 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണെന്നും പറയപ്പെടുന്നു. ബോധപൂർവമായും ആസൂത്രിതവുമായ മനുഷ്യൻ്റെ വേട്ടയ്ക്ക് പല സസ്തനികളെ കശാപ്പ് ചെയ്യുന്നതിനുള്ള ആദ്യകാല തെളിവുകൾ ലഭിക്കുന്നത് ഇംഗ്ലണ്ടിലെ ബോക്സ് ഗ്രോവ്, അതുപോലെ ജർമ്മനിയിലെ സ്കോൺജിൻ എന്നീ 2 കേന്ദ്രങ്ങളിൽ നിന്നായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ വേട്ടയാടൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിനുള്ള തെളിവുകൾ നമുക്ക് ദക്ഷിണ ഇംഗ്ലണ്ടിൽ നിന്നും അതുപോലെ ജർമ്മനിയിൽ നിന്നുമൊക്കെ ധാരാളം തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും മത്സ്യത്തിൻ്റെ മുള്ളുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും മത്സ്യബന്ധനത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 35,000 വർഷങ്ങൾക്ക് മുൻപ് ആസൂത്രിതമായ വേട്ടയാടൽ നടന്നതിനുള്ള തെളിവുകളും നമുക്ക് എവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്? യൂറോപ്യൻ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഡോൾനി വെസ്റ്റോണിസ്, അതായത് അങ്ങനെയുള്ള ചില പ്രദേശങ്ങളിൽ ബോധപൂർവം ആധുനിക മനുഷ്യർ തിരഞ്ഞെടുത്തിരുന്നതായിട്ട്, അതായത് വേട്ടയാടലിനും മറ്റുമായിട്ട് തിരഞ്ഞെടുത്തിരുന്നതായി മനസ്സിലാക്കാവുന്നതാണ്. ധ്രുവമേഖലയിലെ കലമാൻ, കുതിര തുടങ്ങിയ മൃഗങ്ങൾ കൂട്ടത്തോടെ ശരത് വസന്തകാലങ്ങളിൽ ഈ നദി മുറിച്ച് കടക്കുകയും വൻതോതിൽ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതായിട്ട് തെളിവുകളുണ്ട്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളുടെ തിരഞ്ഞെടുക്കൽ സൂചിപ്പിക്കുന്നത് ഇതുവഴിയുള്ള മൃഗങ്ങളുടെ പലായനത്തെക്കുറിച്ച് ആർക്കറിയാമായിരുന്നു? പണ്ട് കാലത്തെ മനുഷ്യന് അറിയാമായിരുന്നു എന്നതാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് വൻതോതിൽ മൃഗങ്ങളെ കൊല്ലാനുള്ള മാർഗവും ആർക്കറിയായിരുന്നു? പഴയകാല മനുഷ്യന് അറിയാമായിരുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ എന്തൊക്കെയാണ്? ഭക്ഷ്യശേഖരണം, മാംസാവശിഷ്ടങ്ങൾ ഭക്ഷിക്കൽ, വേട്ടയാടൽ, മത്സ്യബന്ധനം, ഇതിലെല്ലാം അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സ്ത്രീക്കും പുരുഷനും വ്യത്യസ്ത പങ്കാണോ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ ആദ്യകാലത്ത് സ്ത്രീകളും എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്? പുരുഷന്മാരോടൊപ്പം വേട്ടയാടാൻ പോയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് നിങ്ങൾ പഠിക്കൂ ഇനി അങ്ങോട്ട്. അപ്പോൾ സ്ത്രീക്കും പുരുഷനും വ്യത്യസ്ത പങ്കാണോ ഉണ്ടായിരുന്നതെന്നും, പിന്നെന്താണ്, ഇന്ന് വേട്ടയാടൽ, ഭക്ഷ്യശേഖരണം എന്നിവ നിലനിൽക്കുന്ന സമൂഹങ്ങളിൽ സ്ത്രീയും പുരുഷനും വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ അതിനെ ഭൂതകാലത്തോട് സാമ്യപ്പെടുത്താൻ എപ്പോഴും കഴിയില്ല എന്നാണ് ഈ അധ്യായത്തിൻ്റെ അവസാനം നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും നമ്മൾ പഠിച്ചിട്ടുണ്ട്, പുരുഷനോടൊപ്പം സ്ത്രീയും എന്തിനു പോകുമായിരുന്നു? വേട്ടയാടാൻ പോകുമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആദിമ മനുഷ്യർ, ഏർലി ഹ്യൂമൻസ്, മരങ്ങളിൽ നിന്ന് ഗുഹകളിലേക്ക് പിന്നീട് തുറന്ന സ്ഥലങ്ങളിലേക്ക് എന്നുള്ളതാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കാം. ഓക്കെ.